പനയമ്പാടം അപകടത്തിന് ശേഷം ഇപ്പോൾ പനയമ്പാടത്തെയും കരിമ്പ പഞ്ചായത്തിൽ വരുന്ന പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ മേഖലയിലെ റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ അധികൃതർ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തി സന്ദർശിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടത്താനുള്ള നീക്കത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും കടന്നത്. കഴിഞ്ഞ ദിവസം ഡിവൈഡറുകൾ സ്ഥാപിച്ചെങ്കിൽ ഇന്ന് ഇപ്പോൾ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ള റോഡിൻ്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ മില്ലിംഗ് ചെയ്ത് ഈ റോഡിൽ ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഒരു 6 മാസം ആകുമ്പോഴേക്കും നിരവധി വാഹനങ്ങൾ കടന്നുപോയി ഈ റോഡിൻ്റെ ഗ്രിപ്പ് വീണ്ടും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഏതായാലും ഈ അപകടത്തിന് ശേഷം നാട്ടുകാരുടെ പരാതി ഇപ്പോൾ ഗുരുതരമായി തുടർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ റോഡിൻ്റെ ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടി മില്ലിംഗ് നടപടികൾ ഇപ്പോൾ ഈ റോഡിൽ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനുവേണ്ടിയുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ മില്ലിംഗ് ചെയ്യുന്ന ഈ പ്രതലം എന്ന് പറയുന്നത്. ഈ മില്ലിംഗ് ചെയ്യാത്ത പ്രതലം ഇവിടെ വളരെ മിനുസമായി കിടക്കുന്നു. തൊട്ടിപ്പുറത്ത് മില്ലിംഗ് ചെയ്ത് ഈ റോഡിൽ ഈ വരകൾ ഉണ്ടാക്കുന്നതാണ് ഈ മില്ലിംഗ് എന്ന് പറയുന്ന പരിപാടി. ഇത് കൃത്യമായി തന്നെ ഇവിടെ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ വരുന്ന വാഹനങ്ങൾക്ക് മഴ പെയ്താൽ തന്നെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ഇപ്പോൾ ഈ റോഡിൽ ചെയ്യുന്നത്. ഇന്ന് തന്നെ ഈ റോഡിൻ്റെ പൂർണ്ണമായും ഈ ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് ഇവിടെ വലിയ കാര്യമായിട്ടുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമോ? ഇത് ശാശ്വതമായ പരിഹാരമല്ല. ബഹുമാനപ്പെട്ട കളക്ടർ ആദ്യമായി പറഞ്ഞത് ഈ റോഡിന് മിനുസമുണ്ട്, അത് പരിപരുത്തതാക്കാൻ മില്ലർ ഉപയോഗിക്കണം, അത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഈ വിഷയം നാട്ടുകാരെല്ലാം സർവാത്മന സ്വീകരിക്കുകയാണ്. പക്ഷേ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള റോഡ് മില്ലർ ഉപയോഗിച്ചുകൊണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് പോയുള്ള സാധനമാണ്. ഇനിയും ഈ പറഞ്ഞ മഴക്കാലം പോയി കഴിഞ്ഞു. ഇനി ഈ റോഡ് ഈ മില്ലർ കൊണ്ട് ഈ വെള്ളം നിൽക്കുന്ന പ്രയാസം ഇനി വേനൽക്കാലത്ത് ഉണ്ടാവില്ല. സ്വാഭാവികമായും വേനൽക്കാലത്ത് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും മിനുസമാവുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല ഈ റോഡിൻ്റെ സർഫസ് ചുരണ്ടിയെടുക്കുന്ന സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ റോഡിൽ നശീകരണം നടത്തിയിട്ടാണ് ഈ ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഡിവൈഡറുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചു. ഇപ്പോൾ ഈ പ്രതലം മിനുസമായിരുന്നു. ആ പ്രതലം ഗ്രിപ്പുള്ളതാക്കാൻ വേണ്ടിയുള്ള നടപടികളും ഇപ്പോൾ പനയമ്പടത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇനി നാളെ തന്നെ ഇന്നലെ സംയുക്ത പരിശോധന ഉണ്ടായിരുന്നു. സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തിയിരുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഉൾപ്പെടെ ഈ സേഫ്റ്റി ഓഡിറ്റിങ്ങിൻ്റെ ഈ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ IIT സമർപ്പിച്ചുള്ള റിപ്പോർട്ടും നാറ്റ്പാക്കിൻ്റെ റിപ്പോർട്ടും എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ആ യോഗത്തിൽ വെച്ച് കൃത്യമായി ഈ പനയമ്പാടത്തെ പ്രശ്നങ്ങൾ, കരിമ്പയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവുക. ഇപ്പോൾ ഏതായാലും പനയമ്പാടത്ത് ഈ റോഡിൻ്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മില്ലിംഗ് അല്ലെങ്കിൽ ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.